അമ്മായി അമ്മായി. ഓ ലിൻസി മോളെ, എന്നാ ഉണ്ട്? നീ വന്നെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു അമ്മായി. വാ ഇരിക്ക് വാ. പോയിട്ട് 2 വർഷം കഴിഞ്ഞല്ലേ, ഇതോന്ന് പറഞ്ഞു പോയ പോലെ ആയിപ്പോയി. ഈ വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്നും ഒന്നിങ്ങനെ കാണുന്ന പോലെ അല്ലേ ഇരിക്കത്തുള്ളൂ, അതാ. ചാച്ചൻ വെച്ചപ്പോൾ പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല അമ്മായി. അത് സാരമില്ല, പോയതല്ലേ ഉള്ളൂ, ആ പ്രശ്നമൊന്നുമില്ല. ചാച്ചൻ്റെ വേർപാട് നമ്മുടെ കുടുംബത്തിന് ഭയങ്കര നഷ്ടമായി അമ്മായി. ഞാനൊക്കെ പഠിച്ചിവിടെ നിന്ന സമയത്തും ചാച്ചനാണ് പെട്ടെന്നൊരു ഡിസിഷൻ എടുത്ത് എന്നെ പുറത്തേക്ക് പോകാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരാളില്ല. ഇല്ല മോളെ, ചാച്ചൻ്റെ അതേ തനി പകർപ്പോടെയാ. ദേ നീ അവിടെ എന്നാ വായി നോക്കി അങ്ങോട്ട് മാറണ്ട. അതുകൊണ്ട് അവള് ചാച്ചൻ്റെ അതേ ഇത് തന്നെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഇവിടെ ഒരു തീർപ്പാക്കും അവള്. ചേച്ചി വന്നിട്ട് 2 ദിവസമായാലോ, ഇപ്പോഴാണോ ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നത്? അത് ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും മൈല് താണ്ടി വന്നതല്ലേ. യൂഷ്വലി എല്ലാവരും എന്നെ കാണാൻ അങ്ങോട്ടാണ് വരേണ്ടത്. പിന്നെ പ്രവാസികളുടെ ഓരോ രീതിയാണല്ലോ, വന്ന ഉടനെ എല്ലാ വീട്ടിലും പോയി ഹാജർ വെക്കാന്നുള്ളത്. നിങ്ങളെന്നാ സംസാരിക്കാൻ കൊച്ചിന് വെള്ളം വല്ലതും എടുക്കട്ടെ. ശരി അമ്മായി. എന്നാ ഉണ്ട് പിന്നെ വിശേഷം? നല്ല വിശേഷം. സൗദി എങ്ങനെയുണ്ട് ചൂടൊക്കെ? കുഴപ്പമില്ല, പിന്നെ ഞങ്ങൾ ഫുൾ ടൈം എ സിക്കകത്തല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ചേച്ചിക്ക് അവിടെ നിന്നുകൊണ്ട് വേറെ കണ്ടിട്ടുണ്ട് നോക്കിയ അയർലൻഡോ ന്യൂസിലാൻഡോ അവിടെ ഒഴിച്ചേക്ക് എളുപ്പമാണെന്ന് എല്ലാവരും പറയുന്നത്. ഇവിടെ തന്നെ എങ്ങനെയാ പോയെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പുറത്തോട്ട് പോകാനിട്ടാ. അല്ല, കുറച്ചും കൂടി നല്ല സാലറി ഹൈക്ക് ഉണ്ടാവും, നല്ല നല്ല കാര്യങ്ങളല്ലേ. എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് വെളിയിൽ പോകാനൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല, എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചി വെളിയിലാണ്, പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ ചേച്ചിക്ക് അങ്ങ് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നീ ഇടയ്ക്കിടയ്ക്ക് എന്തിനാ എന്നെ ഈ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുന്നത്? നമ്മൾ തമ്മിൽ 8 മാസത്തിന് വ്യത്യാസമേ ഉള്ളൂ. ആ ശരിയാ, ഒരു വയസ്സ് മൂത്ത ഇവിടെ എന്നെ ചേട്ടാന്ന് വിളിക്കുന്നില്ല, പിന്നെയാ. ഓ 8 മാസമായാലും 5 മാസമായാലും ഞാൻ വിളിക്കാനുള്ള വിളിക്കും. അമ്മേ ചായ ആയോ? ഇതിനൊരു മാറ്റം ഇല്ലല്ലേ ഇതുവരെ? കൂടിയിട്ടേ ഉള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയുണ്ട് ബഹറിനിലെ. അപ്പോൾ അവൻ എന്നെ വിളിച്ചായിരുന്നു, അവനൊരു വേക്കൻസി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിന്നെയാണ് ആക്ച്വലി മനസ്സിൽ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. പേയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു എൻ്റെ ചിലവ് എക്സ്പെൻസുകളെല്ലാം കഴിഞ്ഞിട്ടൊരു 40,000, 40,000 രൂപ കിട്ടും. ജോലിയുടെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? ഏത് കമ്പനിയിലാണ് ജോലി വരുന്നത്? ജോലി ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ്, ഓഫീസിലൊരു ഹെൽപ്പറായിട്ട്. പിന്നീട് അവൻ്റെ ഒരു കഴിവ് പോലെ വേണമെങ്കിൽ കാര്യങ്ങൾ മാറ്റാം. എത്ര അവർ ജോലി ചെയ്യേണ്ടി വരും? 10 hours എന്തായാലും ഡ്യൂട്ടി ഉണ്ടാവും. ഈ ലീവൊക്കെ എങ്ങനെയായിരിക്കും? ലീവ് 2 yearsൽ 45 days. ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ്? ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 40,000 rupees നമുക്ക് ബാലൻസ് വരും. പക്ഷെ അത് 40,000 രൂപയ്ക്ക് ഭയങ്കര കുറവല്ലേ? നമ്മളിപ്പോൾ നമ്മുടെ രാജ്യമൊക്കെ വിട്ട് അവിടെ പോകുമ്പോൾ അത് ഓൾറെഡി കുറവാണ്. ഇന്നലെ നമുക്ക് നാട്ടിലേക്ക് നാട്ടിലേതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ 40,000 രൂപയൊക്കെ ശമ്പളം കിട്ടുന്ന ഒരു ജോലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇന്നത്തെ കാലത്ത്? അല്ല, നമ്മൾ സ്ഥലം വിട്ടൊക്കെ പോകുമ്പോഴേക്കും ഇത്രയും 2 വർഷം അവിടെ നിൽക്കണം, 45 ദിവസം ലീവ് ഉള്ളൂ. ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഇപ്പോൾ ഇവിടെ കമ്പനിയിലൊക്കെ നിന്ന്. ഓക്കെ, ദിസ് ഈസ് അപ് ടു യു. നീ താല്പര്യമുണ്ടെങ്കിൽ നീ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിക്കാം കേട്ടോ. നീ എന്നെ വിളിക്ക്, അല്ലെങ്കിൽ ഞാൻ പിന്നെ നിന്നോട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. കോൺടാക്ട് ഓക്കെ. ഡേവിസ് അച്ഛാ, ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി ഉണ്ടെങ്കിൽ വിളിച്ചു. നീ ഇതിനെങ്കിൽ വന്നേ. അറബിയുടെ അണ്ടർലി വേറൊരു ജോലിയുണ്ട്. എന്ത് ജോലിയാ? അത് വീട്ടിൽ ചെന്നിട്ട് പറയാം. വീട്ടിൽ ചെന്നിട്ട് പറയാം. അമ്മേ അമ്മേ, കിട്ടിയോ? എന്നാ കഴിയേര് നീ അത്. അല്ല, ബീഫ് കിട്ടിയില്ല. ചേടാ, അവള് പറഞ്ഞിട്ട് പോയത് എന്ന് ബീഫ് വെക്കണമെന്ന്. ഞാൻ എന്നാ ചെയ്യുന്നു? അവള് വന്ന് കാണും മൂപ്പിക്കും ഇവിടെ ഇട്ട്. ഇന്നാണെങ്കിൽ മീൻകാരനെ വന്നോളൂ, അയാളുടെ കയ്യിലാണെങ്കിൽ മത്തി ഉണ്ടായിരുന്നു. ആ മത്തി പറ്റത്തില്ല, അവള് കഴിക്കത്തില്ല, അവള് നെയ്മീനല്ല കഴിക്കത്തുള്ളൂ. നമ്മൾ കഴിച്ചോണ്ടിരിക്കുന്നത് കണ്ടിട്ട് അവള് കിടന്ന് ഒച്ച എടുത്തോണ്ടിരിക്കും. അമ്മേ, അവളെ മാത്രം പരിപോഷിപ്പിച്ചാൽ പോരാ കേട്ടോ, അവളൊക്കെ കേട്ടെങ്കിൽ പോകും. നീ അങ്ങോട്ട് കയറി പോവാ, വല്ല കടയിൽ പോയി വല്ല ബീഫ് കറി മേടിക്കും, അല്ലെങ്കിൽ അവളെനിക്ക് കിടക്കപ്പുറത്ത് കയറിയല്ല, പോയി മേടിച്ചോണ്ടാണ്.
അച്ചാച്ചന് എവിടെയാ? ഞാൻ കുറേ നേരമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നേ. ഹലോ, ഇതെന്തോടെ ഇരിക്കുന്നത്? ചേട്ടൻ്റെ ജോലിക്കാരി എന്തായി? നോക്കുന്നുണ്ട്. ഞാനന്ന് കണ്ടായിരുന്നു വീട്ടിൽ വന്ന്. ഓ, ആ ജോലി അത്ര സെറ്റ് ആകത്തില്ല, വേറെ നോക്കുന്നുണ്ട്. ആണോ? ചേട്ടൻ വന്നല്ലോ. എന്താ എന്താ നിങ്ങൾക്ക് 2 സ്റ്റെപ്പ് നടന്നാനേ കയറി. ജോലിയുടെ കാര്യം എന്തായെന്ന് ചോദിക്കുമായിരുന്നു. ജോലിയുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ വണ്ടി കയറി. പിന്നെ ഇങ്ങനെയുള്ളമാരോടൊന്നും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. സീനിയർ പറഞ്ഞ മെക്കിട്ട് കയറില്ല കേട്ടോ. കയറി നീ എന്നെ എടുക്കും. നീ കയറാ, എന്നെ നീ കയറാ, നീ കയറാ, നീ കയറി, നീ കയറി. സീനിയേഴ്സിനെ നീ കൊണ്ടാട്ടല്ലേ? ഇതൊക്കെ അറിയാൻ മേലാട്ടോ നിനക്ക് എന്നെ. നീ എന്തിനാ പിടിച്ചു വരുന്നത്? അതിനെ ഞാൻ പണിതാനെ അവനിട്ട് പാനൻ. നന്നായി, ഞാൻ പിടിച്ചു മാറ്റില്ല അറിയായിരുന്നു. നിൻ്റെ തല മണ്ണി കിടന്ന് ഉരുണ്ടേനെ. അവൻ്റെ ചേട്ടന്മാരെ നിനക്കൊന്നും അറിയാൻ മേല. വള്ളി കേസാ അവനൊക്കെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വെട്ടും കുത്തുക. അറപ്പിക്കാരോട്ട് ഫാമിലിയാണ് വള്ളി അവനൊക്കെ. നന്നായി ഞാൻ പിടിച്ചു മാറ്റിയത്. നിൻ്റെ കാര്യം പോക്കായിരുന്നല്ലോ. ഒക്കെ പോയി വള്ളി പിടിച്ചു. ബാക്കി സ്വന്തമായിട്ട് അങ്ങ് അനുഭവിച്ചോണം. ഞാനില്ലാത്ത ഇതിനകത്തൊന്നും. മതി മതി കൂടുതൽ വർത്താനം. നീ തന്നെ അനുഭവിച്ചോണം. ഉള്ളുന്നെല്ലാം വാങ്ങിച്ചു കൂട്ടിക്കോ, ഒരു പ്രശ്നവുമില്ല. ഞാനില്ല എൻ്റെ കൂടെ. ആരോടാ ചാറ്റ് ചെയ്യുന്നേ? നീ അപ്പനാ നോക്കില്ല കേട്ടോ. നോക്കട്ടെ. എന്താ ദേഷ്യപ്പെടാൻ കാര്യം? ഇത്ര അപ്പൊ എന്തോ കളത്തിലുണ്ടല്ലോ. നോക്കട്ടെ. അമ്മ പോയിരിക്കുന്നു. ഒരു കല്യാണാലോചന, അമേരിക്കക്കാരാ. ഓ, എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, അതും അമേരിക്കയിൽ നിന്നൊക്കെ. നിനക്കല്ലടി, ഇവനാ വന്നത്. നല്ല ചെറുക്കനായാൽ മതി, നല്ല കുട്ടനായാൽ മതി എന്ന് മാത്രം അവർക്ക് ഡിമാൻഡുള്ളെന്ന്. അമ്മ എന്ത് വർത്താനം പറഞ്ഞ? അച്ഛനെ വല്ല അമേരിക്കയിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓടി ഓടി വരാൻ പറ്റുമോ? അമേരിക്കയാ സ്ഥലം. വേണ്ട, പൂരപ്പടയെന്ന് വല്ലതും നോക്കിയാൽ മതി പെണ്ണുങ്ങളെ. അത് ഞാൻ ഓർത്തില്ല. ഓ, അമേരിക്കയിൽ നിന്ന് കേട്ടപ്പോൾ അങ്ങ് തുള്ളി പറയുക. ഇതാരാ അച്ഛാ? നിന്റെ നായര് മൊത്തം മണ്ട. ആന്റി, ഇവിടുത്തെ ചേച്ചി എൻ്റെ കൂടെ ഷട്ടിൽ കളിച്ചിട്ട് തോറ്റൻ എന്നോട് ചീത്ത പറഞ്ഞിട്ട് ശപിക്കുക. എടാ, നിനക്ക് അവളുടെ സ്വഭാവം അറിയാൻ മേലെ കൊച്ചിനങ്ങ് തോറ്റു കൊടുക്കാൻ മേലായിരുന്നോ? നീ എന്നാടാ ഇവിടെ ഇരിക്കുന്നേ? എപ്പോ വന്നേ? വന്ന് കുറച്ചേരായി. എന്നാ പറ്റിയേ? ഒന്നും ഇല്ലെന്നേ. നീ പാസ്പോർട്ടിന്റെ കാര്യത്തിന് എന്നിട്ട് പോയാണല്ലോ. എന്നാ പറ്റിയേ? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാ? ഒന്നുമില്ല, ഈ ലാസ്റ്റ് പോയ ജോലി ശരിയാവും തോന്നില്ല. അവള് കൂടെ കയറി വന്നിട്ട് അവിടെ വന്ന് വീട്ടിലെ പോലെ അവിടെ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്തായി, എങ്ങനെയാ, എന്തൊക്കെ അവർക്ക് അറിയേണ്ടത്? അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ജോലിയൊന്നും ശരിയാവും തോന്നില്ല. അമ്മ ഏത് സമയം അവളെ കയറി തലക്കെട്ടി വെക്കുന്നത്? അവളെ കെട്ടിച്ചു വിടാനുള്ള പണി നോക്കും, എന്നാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ. അമ്മ ചാച്ചനെ പോലെയാണ്, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് പെമ്പിളാർ ഇങ്ങനെയാണോ വളർത്തുന്നത്? അറിയാവുന്നവരാരും അവളെ കല്യാണം ആലോചിച്ച് വരത്തുമില്ല. അച്ഛൻ എന്നെ ഇതിലിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. വണ്ടി വെള്ളമുണ്ടോ? എനിക്ക് ദാഹിക്കുന്നു. താക്കോലോ പോയിട്ടരാവേ. എല്ലായിടവും കണ്ടോ? ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അത് ശരിയാ. നിനക്ക് ഇവിടെ വല്ല നിൽക്കാൻ പറ്റില്ലായിരുന്നു? നമ്മുടെ ഈ നാടും ഈ ഭംഗിയൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടോ? ഓ, അതൊന്നുമില്ല. പക്ഷെ അവിടെ പോയത് കൊണ്ടാ എൻ്റെ ചില കടങ്ങളൊക്കെ തീർന്നത്. അതും ശരിയാ. ഏട്ടാ, ഡേവിസ് ഏട്ടായി പറഞ്ഞ ഓഫർ നല്ലതല്ലായിരുന്നോ? എല്ലാം കഴിഞ്ഞൊരു 40,000 രൂപയൊക്കെ അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. എടി, എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അന്ന് അവൾ അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നറിയാമോ?
ചുമ്മാ അയാളോട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അവൾ നിന്റെ അനിയത്തിയല്ലേ, ചേച്ചിയൊന്നും അല്ലല്ലോ. ചില കാര്യങ്ങളൊക്കെ സ്വയമേ തീരുമാനം എടുക്കാറായി. എടി അത് വീട്ടിലാണെങ്കിൽ അമ്മ പോലും അവൾക്ക് സപ്പോർട്ട്. എന്താ സംസാരിക്കുന്നത്? ഇല്ല നിന്റെ ഒരു കല്യാണക്കാരി ഇങ്ങനെ ഓ അങ്ങനെയൊന്നും ഞാൻ പോകത്തൊന്നുമില്ല. പോണ്ട. ഇത് എപ്പോഴാ അസ്തമിക്കുക? എന്റെ പുക കണ്ടിട്ട്. ചേട്ടാ ഒരു കാര്യം പറയണ്ടായിരുന്നു. ചേട്ടാ എനിക്ക് ചേട്ടനോട് ഇഷ്ടം. ഞാൻ അത്തക്കാരനൊന്നുമല്ല. അയ്യ അതല്ല, എനിക്കും ഇഷ്ടം പറയാനുണ്ടായിരുന്നു പറഞ്ഞു. ചേട്ടൻ പെങ്ങളല്ലേ നീ, പുള്ളിക്കാരി എനിക്കൊരു ഇഷ്ടമുണ്ട്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് നിന്റെ പെങ്ങൾ ചേട്ടൻ്റെ പെങ്ങളാണെന്ന് അറിയുന്നേ. അവൾക്ക് എങ്ങനെയാ? ഞാൻ ചോദിച്ചിട്ടില്ല ചേട്ടാ. എൻ്റെ മോനെ, നിനക്കിട്ട് ഇനി ഇതിലും വലിയൊരു പണി എനിക്ക് തരാനില്ലടാ. അയ്യോ. ഓക്കെ, താങ്ക് യു. അതെ അമ്മായി, ചാച്ച മരിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു. നിന്നോട് അതിനൊന്നും കടിക്കുന്നതാണ് നിന്ന നിപ്പില്. നല്ലായിരുന്നു. ഓ അങ്ങനെയൊന്നുമില്ല കൊച്ചേ. ചാച്ചയുടെ ഒരു രക്ഷയില്ലല്ലോ. ചാച്ചനെ ഒന്നുകൂടെ പിടിച്ചു മാറ്റിയത് നിന്റെ പിടിച്ചു മാറ്റിയത് നന്നായി. ഒരു പണി എനിക്ക് ഇനി തരാനില്ലെന്ന് പറയാം അല്ലേ? ഓക്കെ, ആ റെഡി. എൻ്റെ മോനെ, നിനക്കിട്ട് ഇനി ഇതിലും വലിയൊരു പണി എനിക്ക് തരാനില്ലടാ. അയ്യോ. ഓക്കെ, താങ്ക് യു.